ഹലോ, ബ്ലെസ്സി ലോങ് ഹെയർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ തലയിൽ തേച്ചിട്ടും മുടി വളരാത്തവർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാജിക്കൽ ഹെയർ പാക്ക് ആണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സുലഭമായിട്ട് ലഭിക്കുന്ന 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അതെ, ഉലുവയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഉലുവ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ടും താരൻ മാറ്റിയെടുക്കാനായിട്ടും മുടി നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ഉലുവ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോൾ പ്രായപരിധി ഒന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു നൈറ്റ് മുഴുവൻ വെച്ചേക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതെടുത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഞാനപ്പോൾ ഇന്നലെ വൈകുന്നേരം കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതാണ് ഞാനിപ്പോൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. മറ്റത് അവിടെ ഇരിക്കട്ടെ. വെള്ളം കുറച്ച് മാറ്റിയതിന് ശേഷം വേണം മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഉലുവയുടെ വെള്ളം നമ്മൾ തലയോട്ടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല വൃത്തിക്ക് ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിപ്പ ഉപയോഗിച്ചിട്ടൊക്കെ അരിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു തോർത്ത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഒന്ന് അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. എനിക്ക് കുറച്ചുകൂടെ അരിച്ചെടുക്കാനായിട്ട് എളുപ്പം തോർത്താണ് കേട്ടോ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ തോർത്തെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തുണിയാണുള്ളെങ്കിൽ തുണി ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഒട്ടും വേസ്റ്റ് ആക്കാതെ തന്നെ ഉലുവയുടെ വെള്ളമൊക്കെ നമുക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല, നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് താരനൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ഉലുവ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ മുട്ട എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മുട്ട നമ്മൾ തലയോട്ടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു മുട്ടയെങ്കിലും ഞാൻ മുടിയിൽ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടയുടെ വെള്ളയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മഞ്ഞ യൂസ് ചെയ്യുന്നില്ല. മഞ്ഞ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പു ഉപയോഗിക്കാതെയാണ് ഇന്ന് ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. മഞ്ഞ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ സ്മെല്ലില്ലാതിരിക്കാനാണ് നമ്മൾ വെള്ള യൂസ് ചെയ്യുന്നത്. ഷാമ്പു ഉപയോഗിച്ചാണ് ഹെയർ വാഷ് ചെയ്യുന്നതെങ്കിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഹെയർ പാക്കിലേക്ക്. മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണിത്. 100% എന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഹെയർ പാക്കാണിത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൈരും ഉലുവയൊക്കെയാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തണുപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴയുള്ള ടൈമിലൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഉച്ചയിൽ കുറച്ച് രാസനാദിപ്പൊടി ഇടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ രാസനാദിപ്പൊടി ഇട്ടിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. പെട്ടെന്നൊന്നും ജലദോഷ തുമ്മലൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് സമയം മുടിയിൽ വെക്കണ്ട, കുറച്ച് സമയം മാത്രം മുടിയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മുട്ടയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൈരാണ്. അതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം മുടിയിലും തലയോട്ടിയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. നല്ല റിസൾട്ടാണ്. തേച്ച് കഴിഞ്ഞ് നമ്മൾ മുടി കഴുകി കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ മുടി. അപ്പോൾ ഞാൻ ഓയിലൊന്നും മുടിയിൽ ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ മുടി. അപ്പം മുടി ഇപ്പം ഞാൻ ഒരുപാട് നല്ല രീതിയിലൊന്നും കെയർ ചെയ്യാറില്ലെങ്കിലും മുടിക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല സംതൃപ്തിയോട് കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയർ പാക്കാണിത്. അപ്പം നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വേണം ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ അരിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ.
കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നതെങ്കിൽ ഉച്ചിയിൽ കുറച്ച് രാസ്നാദിപ്പൊടി ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഉച്ചിയിലിങ്ങനെ തടവി കൊടുത്തിട്ട് ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വലിയവരാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാവുള്ളൂ. നല്ല റിസൾട്ടാണ് കേട്ടോ. എപ്പളും ഞാൻ നല്ല റിസൾട്ടാണെന്ന് പറയുന്നത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണിത്. ഞാൻ എൻ്റെ മക്കൾക്കും യൂസ് ചെയ്യാറുണ്ട്. ഹസ്ബൻഡ് ഇപ്പോൾ ചെറുതായിട്ട് മുടിയൊക്കെ വളർത്തുന്നുണ്ട്, ഹസ്ബൻഡിനും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്, ഞാനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. ബായ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.